ഇടിഞ്ഞ് തൂങ്ങിയ പോലെ കിടക്കും. ഇങ്ങനെ ഇത്രയും നീര് വെച്ച് ഇവിടെ ഇരിക്കും. ജൂൺ ജൂലൈ ഒക്കെ ആയപ്പം പിള്ളേരെല്ലാം ലീവിന് വന്നു. എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഞാൻ പണിയെടുത്ത് മടുത്തിട്ട് പാത്രമെല്ലാം കഴുകാൻ ഇങ്ങനെ കൂട്ടിയിട്ട് എനിക്കെൻ്റെ കൈ പൊങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ വന്നതല്ലേ, അമ്മയെ ഞാൻ കണ്ടതല്ലേ, അമ്മയ്ക്ക് എൻ്റെ കൂടെ ഈ പാത്രം ഒന്ന് കഴുകാൻ കൂടിയാണ്, എൻ്റെ കൈ ഒന്ന് പൊക്കി പിടിക്കാൻ അമ്മ എന്നെ സഹായിക്കുമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ പുറവല്ലേ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മ അതെനിക്കൊന്ന് തൂത്തുതാ എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിലൊരു മാതാവ് വന്നെന്നെ അങ്ങ് പൊതിഞ്ഞ് പിടിച്ചു. ഒരു ഹീലിംഗ് എനിക്കുണ്ടായി. 25 വർഷമായിട്ട് ഞാൻ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ വേദന ആ ഒരു നിമിഷം തൊട്ട് ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ 30 വർഷം മുമ്പ് എനിക്ക് നടുവിനൊരു ചതവ് കിട്ടിയതാണ്. എല്ലാം പണി ചെയ്ത് എവിടെ യാത്ര പോയാലും ഏത് വണ്ടിയുടെ ബോണറ്റിൻ്റെ മണ്ടയിലാണ് ഞാൻ ഈ കാലെടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ടും ചിരിച്ചു വെക്കും, ഇങ്ങോട്ടും ചിരിച്ചു വെക്കും. രണ്ടാമത് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് നടുവേദന എൻ്റെ എതിലേ പോയെന്നറിയത്തില്ല. എൻ്റെ ഫുൾ ബോഡി എനിക്ക് ഹീലിംഗ് ആയി.